ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. വിദ്യാരഹസ്യം. അപ്പോൾ തത്വജ്ഞാനം വിദേഹമുക്തിയെ ഉളവാക്കുന്നു. മനോനാശവാസനാക്ഷയങ്ങൾ ജീവൻ മുക്തിയെ ഉളവാക്കുന്നു. അതുകൊണ്ട് വിദേഹമുക്തിയിൽ തത്വജ്ഞാനത്തിന് പ്രാധാന്യം, വാസനാക്ഷയ മനോനാശങ്ങൾക്ക് ജീവൻ മുക്തിയിൽ പ്രാധാന്യം. ഇതാണ് വ്യവസ്ഥ. ഇവിടെ ഒരു സംശയം വരാം. തത്വജ്ഞാന മനോനാശ വാസനാക്ഷയങ്ങൾ വിവിധിഷാ സന്യാസ വേളയിൽ സമ്പാദിക്കുന്നവയാണല്ലോ. അവ വിദ്വത് സന്യാസത്തിനു ശേഷം സ്വാഭാവികമായി അനുഭവപ്പെടുന്നുവെന്നു മാത്രമേയുള്ളൂ, അതോ വിദ്വത് സന്യാസത്തിനു ശേഷവും അവ സമ്പാദിക്കുന്നതിനുള്ള പ്രയത്നം ആവശ്യമാണോ? സ്വാഭാവികമായി അനുഭവപ്പെടുന്നതേയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. തത്വജ്ഞാനം പോലെ മനോനാശ വാസനാക്ഷയങ്ങളും സ്വാഭാവികമാണെന്ന് വന്നാൽ ജീവൻ മുക്തിയിൽ തത്വജ്ഞാനം അപ്രധാനം, മനോനാശ വാസനാക്ഷയങ്ങൾ പ്രധാനം എന്ന വേർതിരിവ് ശരിയാകാതെ പോകും. ഇനി വിദ്വത് സന്യാസത്തിനു ശേഷം ഇവ മൂന്നും പ്രയത്നം കൊണ്ട് നേടേണ്ടതാണെന്നുള്ള രണ്ടാം പക്ഷവും സ്വീകരിക്കാൻ പറ്റില്ല. മനോനാശ വാസനാക്ഷയങ്ങൾ പോലെ തത്വജ്ഞാനവും പ്രയത്നം കൊണ്ട് നേടേണ്ടതാണെന്ന് വന്നാൽ തത്വജ്ഞാനത്തെ അപ്രധാനമെന്നു പറഞ്ഞ് ഉദാസീന ഭാവത്തിൽ മാറ്റി നിർത്താൻ പറ്റാതെ വരും. ഈ സംശയങ്ങൾ സാരമില്ല. വിദ്വത് സന്യാസത്തിനു ശേഷം ജ്ഞാനം സ്വാഭാവികമായി അനുവർത്തിക്കുന്നു. മനോനാശ വാസനാക്ഷയങ്ങൾ പ്രയത്നം കൊണ്ട് നേടേണ്ടതായും ഇരിക്കുന്നു. ഇതാണ് നിയമം. ഇവിടെ അല്പം വിശദീകരണം ആവശ്യമുണ്ട്. രണ്ടു തരത്തിലുള്ള ബ്രഹ്മവിദ്യാധികാരികളാണ് കാണപ്പെടുന്നത്. രണ്ടു തരത്തിലുള്ള ബ്രഹ്മവിദ്യാധികാരികളാണ് കാണപ്പെടുന്നത്. ഉപാസന കൊണ്ട് പക്വത നേടിയവരും ഉപാസന കൊണ്ട് പക്വത നേടാത്തവരും. ചിലർ ആദ്യം ഏതെങ്കിലും സാകാര ദേവനെ ഉപാസിക്കുന്നു, ഉപാസന ദൃഢമാക്കി ആ ദേവനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് തത്വജ്ഞാനത്തിന് യത്നിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വാസനാക്ഷയ മനോനാശങ്ങൾ ദൃഢതരമായി തീരുന്നു. അവർ തത്വജ്ഞാനം നേടി വിദ്വത് സന്യാസം സ്വീകരിക്കുന്നതോടെ സ്വഭാവേന തന്നെ ജീവൻ മുക്തന്മാരായി വർത്തിക്കുന്നു. ഇങ്ങനെയുള്ളയാളാണ് ശാസ്ത്രത്തിന് തികച്ചും സമ്മതനായ ബ്രഹ്മവിദ്യാ അധികാരി. ഇവർക്ക് ശാസ്ത്രം വിവിധിഷാസന്യാസവും വിദ്വത് സന്യാസവും ഒരുമിച്ച് വിധിച്ചിരിക്കുന്നു. വിവിധിഷാസന്യാസവും വിദ്വത് സന്യാസവും സ്വരൂപത്തിൽ ഭിന്നങ്ങളാണ്. പക്ഷേ മേൽപ്പറഞ്ഞ സത്യദർശികളിൽ ഇവ ഇടകലർന്നു വർത്തിക്കുന്നത് പോലെ കാണപ്പെടുന്നു. എന്നാൽ ആധുനികരാകട്ടെ മിക്കവാറും ഉപാസന കൊണ്ടുള്ള പക്വത നേരത്തെ നേടാൻ കൂട്ടാക്കുന്നില്ല. ഔത്സുക്യം കൊണ്ട് അവർ നേരിട്ടു തന്നെ ബ്രഹ്മവിദ്യാ സമ്പാദനത്തിന് ഉരുമ്പെടുന്നു. അതിനായി താൽക്കാലികമായ വാസനാക്ഷയ മനോനാശങ്ങൾ അഭ്യസിക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ശ്രവണ മനന നിധിധ്യാസനങ്ങളിലും ഏർപ്പെടുന്നു. ഇവ ദൃഢമായി അഭ്യസിക്കുന്നതോടെ അജ്ഞാനം, സംശയം, വിപര്യയം എന്നിവ മാറിക്കിട്ടുന്നു. ആത്മാവിനെ ഞാൻ കാണുന്നില്ല, അറിയുന്നില്ല എന്ന തോന്നലാണ് അജ്ഞാനം. മായയുടെ ആവരണ ശക്തിയാണ് ഈ തോന്നൽ ഉളവാക്കുന്നത്. അജ്ഞാന ഫലമായി ആത്മാവുണ്ടോ ഇല്ലയോ എന്ന സംശയം ആവിർഭവിക്കുന്നു. പുറമേയുള്ള കാഴ്ചകളെ ഞാൻ കാണുന്നു, അറിയുന്നു, അതുകൊണ്ട് അവ സത്യമായിരിക്കും എന്ന നിഗമനമാണ് വിപര്യം. വിപര്യോ മിഥ്യാജ്ഞാനം അതദ്രൂപ പ്രതിഷ്ഠിതം എന്നാണ് പതഞ്ജലി യോഗസൂത്രത്തിൽ വിപര്യത്തെ നിർവചിച്ചിരിക്കുന്നത്. വസ്തുരൂപത്തിൽ യഥാർത്ഥത്തിലില്ലാത്ത ഭ്രമദർശനമാണ് വിപര്യം. വസ്തുരൂപത്തിൽ യഥാർത്ഥത്തിലില്ലാത്ത ഭ്രമദർശനമാണ് വിപര്യം. അജ്ഞാന സംശയ വിപര്യങ്ങൾ മാറുന്നതോടെ വ്യക്തമായ തത്വജ്ഞാനം ഉദയം ചെയ്യുന്നു. ജ്ഞാനം ഒരിക്കൽ ഉണ്ടായാൽ പിന്നെ അതൊരു കാരണത്താലും നഷ്ടപ്പെടുന്നതല്ല.
വഴിമാറിക്കൊടുത്ത അവിദ്യ വീണ്ടും കടന്നു വരുമെന്ന് കരുതാനും നിർവാഹമില്ല. അതുകൊണ്ട് ഉണ്ടായ തത്വജ്ഞാനം ശിഥിലമാകാതെ തുടരുന്നു. ജ്ഞാനസമ്പാദനത്തിനായി തൽക്കാലം അഭ്യസിച്ചുറപ്പിച്ചിരുന്ന വാസനാക്ഷയ മനോനാശങ്ങളാകട്ടെ ചിരകാല ദൃഢാഭ്യാസമില്ലാത്തതുകൊണ്ട് ശിഥിലങ്ങളായിത്തീരുന്നു. ജ്ഞാനസമ്പാദനത്തിനായി തൽക്കാലം അഭ്യസിച്ചുറപ്പിച്ചിരുന്ന വാസനാക്ഷയ മനോനാശങ്ങളാകട്ടെ ചിരകാല ദൃഢ അഭ്യാസമില്ലാത്തതുകൊണ്ട് ശിഥിലങ്ങളായിത്തീരുന്നു. ഭോഗം കൊണ്ട് മാത്രം ഒടുങ്ങേണ്ട പ്രാരബ്ധത്തിൻ്റെ ബലം കൊണ്ടും അവ കൂടെ കൂടെ നഷ്ടമായി ഭവിക്കുന്നു. ചിരകാല ദൃഢാഭ്യാസിയല്ലാത്ത ജ്ഞാനിയുടെ വാസനാക്ഷയ മനോനാശങ്ങൾ കാറ്റത്തു വച്ചിരിക്കുന്ന ദീപം പോലെയാണ്. കാറ്റടിക്കുമ്പോൾ അത് വല്ലാതെ ചലിക്കും. കാറ്റില്ലാത്തപ്പോൾ നിശ്ചലത അനുഭവപ്പെടും. പ്രാരബ്ധ വേഗം പ്രബലമായിരിക്കുമ്പോൾ വാസനാക്ഷയ മനോനാശങ്ങൾ ശിഥിലമാകുന്നതായി തോന്നും. പ്രാരബ്ധ വേഗത്തിന് പ്രാബല്യമില്ലാത്തപ്പോൾ അവയുടെ ഉറപ്പ് അനുഭവപ്പെടും. വാസനാക്ഷയ മനോനാശങ്ങൾ പൂർണ്ണമായി അത്ര എളുപ്പം നേടിയെടുക്കാവുന്നതല്ല. വസിഷ്ഠൻ അഭിപ്രായപ്പെടുന്നത് ഇപ്രകാരമാണ്: ജ്ഞാനസമ്പാദനത്തിന് മുമ്പുള്ള പ്രയത്നം കൊണ്ട് മാത്രം വാസനാക്ഷയം പൂർണ്ണമാകുന്നതല്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ജ്ഞാനസമ്പാദനത്തിന് മുമ്പുള്ള പ്രയത്നം കൊണ്ട് മാത്രം വാസനാക്ഷയം പൂർണ്ണമാകുന്നതല്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. സുമേരുപർവ്വതത്തെ പിഴുതെറിയുന്നതിനേക്കാൾ ദുസ്സാധ്യമാണ് വാസനാക്ഷയം. മനോനാശത്തിൻ്റെ കഥയും ഇതുതന്നെ. അതുകൊണ്ടാണല്ലോ ഗീതയിൽ അർജുനൻ ഇങ്ങനെ പറയുന്നത്: ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഗീത 6-ാം അധ്യായം 34-ാമത്തെ ശ്ലോകം. ഹേ കൃഷ്ണ, മനസ്സ് അത്യന്ത ചഞ്ചലമാണ്. അത് അടങ്ങാതെ ബലാൽ ഇളകി മറിയുന്നു. അതിനെ കീഴ്പ്പെടുത്തുക കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെ അസാധ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആധുനികന്മാരായ വിദ്വത് സന്യാസിമാരെ ജ്ഞാനം മാത്രം വിട്ടുപോകാതെ പിന്തുടരുന്നു. വാസനാക്ഷയ മനോനാശങ്ങൾ പൂർണ്ണമായി നേടാൻ അവർക്ക് വീണ്ടും പ്രയത്നം തുടരേണ്ടി വരുന്നു. ഇതാണ് വിദ്യാരഹസ്യം. വാസനാ സ്വരൂപം. വാസനാക്ഷയം നേടേണ്ടതാണെന്ന് കണ്ടുവല്ലോ. എന്താണ് ഈ വാസന? വസിഷ്ഠൻ വാസന എന്തെന്ന് രാമനെ വിവരിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നാം ദൃഢമായി ആവർത്തിച്ച് ഭാവന ചെയ്തുറപ്പിക്കുന്നു. ഈ ഭാവന ഒരു ഘട്ടത്തിലെത്തിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ പദാർത്ഥങ്ങളെ കാണാൻ കഴിയൂ. ഭാവനയുടെ ദാർഢ്യം നിമിത്തം ആ കാഴ്ചപ്പാടിൻ്റെ മുമ്പോ പിമ്പോ വിചാരം ചെയ്തറിയാൻ കഴിയുന്നുമില്ല. ദൃഢഭാവന നിമിത്തം പൂർവാപര വിചാരം കൂടാതെ ഇങ്ങനെ പദാർത്ഥങ്ങളെ വിലയിരുത്തുന്നതാണ് വാസന. ദൃഢഭാവ നിമിത്തം പൂർവാപര വിചാരം കൂടാതെ ഇങ്ങനെ പദാർത്ഥങ്ങളെ വിലയിരുത്തുന്നതാണ് വാസന. ചില ദേശാചാരങ്ങൾ ഒരാൾ ബാല്യം മുതലേ ശീലിച്ചിരിക്കാം. അങ്ങനെയുള്ളയാൾ മറ്റൊരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ആ ആചാരങ്ങൾ കണ്ടില്ലെന്ന് വരാം. പക്ഷേ തൻ്റെ ദേശ ആചാരങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അയാൾ അവിടുത്തെ ജനങ്ങളെ വിലയിരുത്തുന്നത്. അതുപോലെ ഒരാൾ ചില പ്രത്യേക കുലധർമ്മങ്ങൾ ശീലിച്ചിട്ടുണ്ടാവും. ആ കുലധർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നത് അയാൾക്ക് ദുഃഖപ്രദമായിരിക്കും. എന്തിനേറെ അവൻ ശീലിച്ചു പോയ ഭാഷയിലും ശബ്ദഭേദങ്ങളിലും മനുഷ്യൻ അഭിനിവേശമുള്ളവനായിത്തീരുന്നു. ജാതിവാസനകളും മതവാസനകളുമെല്ലാം ഇങ്ങനെ പൂർവാപര വിചാരം കൂടാതെ ആവർത്തിച്ചുറപ്പിക്കപ്പെടുന്നവയാണ്. ഇവയുടെ വിവിധ ഭേദങ്ങൾ നാം പിന്നീട് ചർച്ച ചെയ്യും. തീവ്രമായി ഇവ ഭാവന ചെയ്തുറപ്പിച്ചാൽ മറ്റെല്ലാം മറന്ന് ഒരുവൻ ഈ വാസനകൾക്ക് അടിമയായിത്തീരുന്നു. ഇങ്ങനെ വാസനയുടെ അടിമയായിത്തീരുന്ന പുരുഷൻ അതുമാത്രമാണ് സത്യമെന്നും
ഭ്രമിക്കാൻ തുടങ്ങുന്നു. ഇക്കാരണത്താൽ തന്നെ അവൻ ആത്മസ്വരൂപത്തെ വെടിയുകയും ചെയ്യുന്നു. അതോടെ മദ്യപാനമത്തനെന്ന പോലെ എല്ലാറ്റിനെയും തൻ്റെ വാസനാദൃഷ്ടിയിൽ കൂടി തെറ്റിദ്ധരിച്ച് കാണാനും ഇടവരുന്നു. ഈ വാസനയെ ലക്ഷ്യമാക്കിയാണ് ബൃഹദാരണ്യകോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്, അവൻ എന്താണോ കാമിക്കുന്നത് അതവൻ്റെ ജീവിത ലക്ഷ്യമായി ഭവിക്കുന്നു. ലക്ഷ്യത്തിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു, കർമ്മത്തിനനുസരിച്ച് ഫലവും ലഭിക്കുന്നു. വാസനാഭേദം. ജീവൻ മുക്തിക്ക് വാസനാക്ഷയം അപരിത്യാജ്യമാണെന്ന് കണ്ടുവല്ലോ. വാസനാഭേദം വാൽമീകി രാമന് വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. വാസന പ്രധാനമായും 2 വിധമാണ്, ശുദ്ധയെന്നും മലിനയെന്നും. മലിനവാസന തുടർന്ന് ജന്മപരമ്പരയെ ഉണ്ടാക്കുന്നു. ശുദ്ധവാസനയാകട്ടെ ജന്മപരമ്പരയെ നശിപ്പിക്കുന്നു. അജ്ഞാനം ഇടതിങ്ങുന്നതും കട്ടിപിടിച്ച അഹങ്കാരത്തോടു കൂടിയതുമാണ് മലിനവാസന. അജ്ഞാനം ഇടതിങ്ങുന്നതും കട്ടിപിടിച്ച അഹങ്കാരത്തോടു കൂടിയതുമാണ് മലിനവാസന. ഭോഗം കൊണ്ട് ആവർത്തിച്ച് ഉറപ്പിക്കപ്പെടുന്നതാണ് മലിനവാസന. ഓരോ പ്രാവശ്യം അനുഭവിക്കുമ്പോഴും ഇത് വേണമെന്നോ വേണ്ടെന്നോ രാഗദ്വേഷ രൂപത്തിൽ മലിനവാസന ഉറച്ചുറച്ചു വരുന്നു. മദ്യപാനാദി മലിനവാസനകൾ ഇങ്ങനെ ഉറച്ച് പതന കാരണമായി തീരും. വാസന ഉറയ്ക്കുന്തോറും അത് പുനർജന്മഹേതുവായും ഭവിക്കും. നേരെ മറിച്ച് ശുദ്ധവാസന പുനർജന്മത്തെ മുളയിലേ നുള്ളിക്കളയുന്നു. അത് വറുത്ത വിത്തുപോലെയാണ്. വറുത്ത വിത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കാം, എന്നാൽ അത് മുളയ്ക്കുന്നവയല്ല. ശുദ്ധവാസന പുനർജന്മത്തെ മുളയിലേ നുള്ളിക്കളയുന്നു. അത് വറുത്ത വിത്തുപോലെയാണ്. വറുത്ത വിത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കാം, എന്നാൽ അത് മുളയ്ക്കുന്നതല്ല. അതുപോലെ ഭോഗം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ശുദ്ധവാസന. തൽക്കാല ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ് ശുദ്ധവാസന. ഒരിക്കൽ കൂടി വായിക്കാം. ഭോഗം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ശുദ്ധവാസന. തൽക്കാല ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ് ശുദ്ധവാസന. ജീവിത തത്വം അറിയപ്പെട്ടതിനു ശേഷം പിന്തുടരുന്നതാണിത്. തത്വം ഗ്രഹിച്ചയാൾ തൽക്കാലം വാസനാബദ്ധനായി ചില ലോകസുഖങ്ങൾ അനുഭവിച്ചാലും അനുഭവം കഴിഞ്ഞ് അത് വേണമെന്നോ വേണ്ടെന്നോ ഉറപ്പിക്കുന്നില്ല. തത്വജ്ഞാനി ഇത്തരം വാസനാ അനുഭവങ്ങളിൽ തികച്ചും ഉദാസീനനാണ്. ഉദാസീനൻ്റെ വാസന അനുഭവം കൊണ്ട് ക്ഷയിക്കുകയല്ലാതെ ഒരിക്കലും വളരുകയില്ല. ഇതുതന്നെയാണ് ജ്ഞാനിയുടെ പ്രാരബ്ധം. പ്രാരബ്ധം ക്ഷയിക്കുന്നതോടെ ജ്ഞാനി ജീവൻ മുക്തനായി ഭവിക്കുന്നു. ദേഹാദി പഞ്ചകോശങ്ങളെയും സാക്ഷിയായ ആത്മാവിനെയും വിവേചിച്ചറിയാൻ കഴിയാതെ വന്നു ചേരുന്ന മറയാണ് അജ്ഞാനം. ദേഹാദി പഞ്ചകോശങ്ങളെയും സാക്ഷിയായ ആത്മാവിനെയും വിവേചിച്ചറിയാൻ കഴിയാതെ വന്നുചേരുന്ന മറയാണ് അജ്ഞാനം. മലിനവാസന വളരുന്തോറും ഈ അജ്ഞാനം ഘനീഭവിക്കുന്നു. തൈരിനോട് ചേർന്ന പാൽ കട്ടിയാകുന്നതുപോലെ, അഥവാ തണുപ്പത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഉറഞ്ഞു കട്ടിയാകുന്നതുപോലെ അസത്യദൃശ്യങ്ങളെ സത്യങ്ങളായി തെറ്റിദ്ധരിക്കുന്ന ഭ്രാന്തി പരമ്പരയുടെ ആവിർഭാവമാണ് വാസനയുടെ കട്ടിപ്പിടിക്കലിൻ്റെ ഫലം. ഇതുതന്നെയാണ് ഒരു ഘട്ടത്തിൽ ആസുരീ സമ്പത്തായി മാറുന്നത്. ആസുരീ സമ്പത്ത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.